കേരളത്തിലൂടെയുള്ള ട്രെയിൻ സർവീസുകളിലെ പ്രധാനപ്പെട്ട ട്രെയിനുകളാണ് തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദിയും സെക്കന്ദരാബാദ് ശബരി എക്സ്പ്രസും. വളരെയേറെ യാത്രക്കാർ ദിവസേന ആശ്രയിക്കുന്ന ഈ ട്രെയിനുകൾക്ക് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കോച്ചുകളാണുള്ളത്. ഇതിന് പരിഹാരം കാണണമെന്ന് യാത്രക്കാർ തന്നെ പലതവണ ആവശ്യമുന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ആ ആവശ്യം റെയിൽവേ പരിഗണിച്ചുവെന്ന വിവരമാണ് ലഭ്യമാകുന്നത്. ഇതിന്റെ ഫലമായി ജനശതാബ്ദി ശബരി എക്സ്പ്രസുകൾ ഉടനെ പുതിയ ലിങ്ക് ബോഫ്മാൻ ബോഷ് അഥവാ LHB കോച്ചുകളിലേക്ക് മാറും. LHB കോച്ചുകൾ ട്രെയിൻ യാത്രികർക്ക് കൂടുതൽ സുരക്ഷിതത്വവും സുഖകരമായ യാത്രയും ഉറപ്പു നൽകും വിധം പ്രത്യേക നിർമ്മിച്ച കോച്ചുകളാണ് LHB കോച്ചുകൾ. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിച്ച LHB കോച്ചുകൾ മികച്ച ലെഗ് റൂമോട് കൂടിയ സീറ്റുകളും പ്രദാനം ചെയ്യുന്നവയാണ്. പരമ്പരാഗത കോച്ചുകളെക്കാൾ ഇവയ്ക്ക് നീളവും കൂടുതലാണ്. ജർമ്മൻ സാങ്കേതിക വിദ്യ വിനിയോഗപ്പെടുത്തി നിർമ്മിച്ച ഈ കോച്ചുകൾ പരമാവധി 160 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിവുള്ളവയാണ്. പരമ്പരാഗത റേക്കുകളിൽ നിന്നും മാറി തീവണ്ടികൾ LHB കോച്ചുകളിലേക്ക് മാറുന്നത് ട്രെയിനുകളുടെ രൂപഘടനയിൽ തന്നെ മാറ്റം കൊണ്ടുവരും. മാത്രവുമല്ല, ട്രെയിനുകൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ കോച്ചുകൾ തമ്മിൽ തുളച്ചു കയറുന്ന സ്ഥിതി ഉണ്ടാകില്ല എന്നതും LHB കോച്ചുകളുടെ പ്രത്യേകതയാണ്. അടുത്തിടെ തിരുവനന്തപുരം എറണാകുളം റെയിൽവേ റൂട്ടിലെ ട്രാക്കുകൾ പരമാവധി 100 കിലോമീറ്റർ വേഗതയിൽ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാനാകും വിധം പുതുക്കുകയുണ്ടായി. ഇതിനു പിന്നാലെയാണ് ഈ റൂട്ടുകളിലൂടെയുള്ള പ്രധാന ട്രെയിനുകളായ ജനശതാബ്ദിക്കും ശബരിക്കും പുതിയ LHB കോച്ചുകൾ അനുവദിച്ചിരിക്കുന്നത്. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള 4 ജനശതാബ്ദി എക്സ്പ്രസുകളിൽ കോഴിക്കോട് ജനശതാബ്ദി മാത്രമായിരുന്നു LHBയിലേക്ക് മാറാൻ ബാക്കിയുണ്ടായിരുന്നത്. പരമ്പരാഗത കോച്ചുകളേക്കാൾ നീളമുള്ളതും യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷയും സൗകര്യങ്ങളും നൽകാൻ രൂപകൽപ്പന ചെയ്ത LHB കോച്ചുകൾ കഴിഞ്ഞ വർഷം ദക്ഷിണ റെയിൽവേയിലെ മറ്റ് ട്രെയിനുകളായ കണ്ണൂർ തിരുവനന്തപുരം കണ്ണൂർ കോയമ്പത്തൂർ മയിലാടുതുറൈ കോയമ്പത്തൂർ ജനശതാബ്ദികൾക്ക് അനുവദിക്കുകയുണ്ടായി. ചെന്നൈ വിജയവാഡ ചെന്നൈ ജനശതാബ്ദിക്ക് 2020 LHB റേക്ക് അനുവദിച്ചിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം ഏറെ വിമർശനങ്ങൾ കേട്ട ശേഷമാണ് കണ്ണൂർ ജനശതാബ്ദിക്ക് റെയിൽവേ പുതിയ കോച്ചുകൾ അനുവദിച്ചിരിക്കുന്നത്. കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനുകളിൽ കാലുകുത്താൻ ഇടയില്ലാത്ത വിധം തിരക്ക് അനുഭവപ്പെടുന്ന ട്രെയിനുകളിൽ ഒന്നാണ് ശബരി എക്സ്പ്രസ്. തിരുവനന്തപുരത്തിനും സെക്കന്ദരാബാദിനും ഇടയിൽ ദിവസവും സർവീസ് നടത്തുന്ന ശബരി എക്സ്പ്രസിൽ നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിലാണ് LHB കോച്ചുകൾ യാഥാർത്ഥ്യമാകുന്നത്. LHB കോച്ചുകളിലേക്ക് മാറുന്നതിനൊപ്പം കോച്ച് കോമ്പോസിഷനുകളിലും മാറ്റം വരും. ഒരു ഫസ്റ്റ് ക്ലാസ് AC, 2 സെക്കൻഡ് AC, 4 തേർഡ് AC, 8 സ്ലീപ്പർ കോച്ച്, 4 ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ച്, ഒരു പാൻട്രി കാർ, ഭിന്നശേഷിക്കാർക്കായി ഒരു സെക്കൻഡ് ക്ലാസ് കോച്ച്, ഒരു ലഗേജ് കം ബ്രേക്ക് വാൻ ഉൾപ്പെടെ മൊത്തത്തിൽ 22 കോച്ചുകളായിരിക്കും ശബരി എക്സ്പ്രസിൽ ഇനിയുണ്ടാവുക. ആദ്യകാലങ്ങളിൽ ജർമ്മനിയിൽ നിന്നും ഇന്ത്യയിലേക്ക് നേരിട്ട് ഇറക്കുമതി ചെയ്തിരുന്ന LHB കോച്ചുകൾ 2000 മുതലാണ് ഇന്ത്യയിൽ നിർമ്മിച്ചു വരുന്നത്. ജർമ്മനിയുടെ സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിലൂടെ കപൂർത്തലയിലെ റെയിൽവേ കോച്ച് ഫാക്ടറിയിലാണ് ഇത്തരം കോച്ചുകൾ നിർമ്മിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.